ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഇന്ന് പല പല ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വാട്സപ്പ് ആണെങ്കിലും പല ആളുകളോട് നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. പല പല വലിയ വലിയ കമൻറ്റുകളൊക്കെ നമ്മൾ അധികം ടൈപ്പായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് എഴുതി തീരാൻ വേണ്ടിയിട്ട് അധികം നമ്മൾ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് പോലത്തെ അല്ലെങ്കിൽ മംഗ്ലീഷ് പോലത്തെ കീബോർഡുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതായത് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ സംസാരിച്ചാൽ അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് പറഞ്ഞു തരുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. പല ആളുകൾക്കും അറിയായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ നിന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഒരു വിഷയം എല്ലാവർക്കും അറിയാമായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഒരു ഓപ്പൺ ചെയ്യാനായിട്ട് പ്രൊസീജിയേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അത് ടൈപ്പ് ചെയ്ത് ചെയ്തു. ചില സമയത്തൊക്കെ പുറത്തുനിന്നുള്ള ചില വേരിയേഷൻ കാരണം, സൗണ്ടിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം മറ്റ് അക്ഷരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഒരുപാട് ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സമയത്ത് നമ്മളധികം ഇങ്ങനെ എഴുതി ഇങ്ങനെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് തരും. എന്നിട്ട് അവിടെ നിന്ന് അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് നേരെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എന്താ പറയുക, സെറ്റിങ്സിനകത്തൊന്നും ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. തുറക്കുമ്പോൾ തന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലാംഗ്വേജുകൾ ഇതിൽ അവൈലബിൾ ആണ്, മലയാളം ഉൾപ്പെടെ. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ വലിപ്പമൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. അതൊക്കെ നിങ്ങളൊരു അനുസരിച്ചിട്ട് എങ്ങനെ ചെയ്യും. കാരണം ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഫസ്റ്റ് തന്നെ ആപ്ലിക്കേഷൻ തുറക്കുക, എന്നിട്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക്, കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.